2025 തരുവാൻ കർത്താവ് എനിക്ക് നല്ലൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അതുപോലെ നിറവേറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയുന്നുണ്ട്? ആ വാഗ്ദത്തം നിങ്ങൾ പിടിച്ചു ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എല്ലാവർക്കും കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ വർഷത്തിൽ ദൈവജനത്തിന് കൊടുക്കുവാനായി തന്ന അനുഗ്രഹീത വാഗ്ദത്ത വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ, സ്തോത്രം. യെരമ്യാ തീർക്കദർശിയുടെ പുസ്തകം 32-ാം അധ്യായം. ആമേൻ, സ്തോത്രം. അതിൻ്റെ 40-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് ഈ വർഷത്തിൽ ദൈവം നമുക്ക് വാഗ്ദത്തമായി തരുന്ന വാഗ്ദത്തം. എത്ര പേർ ആമേൻ പറയുന്നുണ്ട്? ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. ആമേൻ പറയാമോ? ഈ വാഗ്ദത്തം അതുപോലെ സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ആ വാക്ക് നിങ്ങൾ ഇങ്ങനെ പറയണം. ആമേൻ. ദൈവം എന്നെ വിട്ടുപിരിയാതെ എനിക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവം എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറകളെ വിട്ടുപിരിയാതെ നന്മ ചെയ്തുകൊണ്ടിരിക്കും. ഈ വർഷം ദൈവം നിങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരാണ്ടാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? അതങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ആമേൻ വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും ഞാനങ്ങ് വിശ്വസിക്കുക. കർത്താവ് നമ്മളെ വിട്ടുപിരിയാതെ, നമ്മുടെ കുടുംബങ്ങളെ വിട്ടുപിരിയാതെ, നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ടുപിരിയാതെ ദൈവം 2025 ആണ്ടിൽ രഹബോത്ത് ന്യൂ ലൈഫ് ചർച്ചിനു വേണ്ടി, ആ ചർച്ചിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. ദൈവം നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. പിശാച് എവിടെയൊക്കെയോ തിന്മ ഈ ആണ്ടിൽ കൊതിക്കുന്നുവോ, ആ തിന്മകളെല്ലാം ദൈവം നമുക്ക് നന്മയാക്കി മാറ്റിക്കൊണ്ടിരിക്കും. പിശാച് ആരംഭത്തിൽ തന്നെ തിന്മ കൊതിച്ച് തിന്മ செயல்பടാൻ ശ്രമിക്കുമ്പോൾ പിശാച് ചെയ്യുന്ന തിന്മകളെല്ലാം ഇതേ ആണ്ടിൽ നന്മയായി മാറുമെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്ന സഭ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധിക്കട്ടെ. സഭയ്ക്കെതിരായി തിന്മ കൊതിക്കുന്ന ചില പൈശാചിക മേഖലകൾ, വിശ്വാസ കുടുംബങ്ങൾക്കെതിരായി ആമേൻ തിന്മ കൊതിക്കുന്ന ചില മേഖലകൾ, വാഴും സന്താനങ്ങൾക്കെതിരായി ആമേൻ തിന്മ കൊതിക്കുന്ന ചില മേഖലകൾ നന്മയായി മാറുന്ന ഒരു വർഷമായി പരിശുദ്ധാത്മാവ് തീർക്കാൻ പോകുകയാൽ ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാഗ്ദത്തം അണ്ടർലൈൻ ഇട്ടോളണം. 2025 ദൈവം നമുക്ക് വാഗ്ദത്തമാണ്. ഞാനിത് പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഞാൻ അവരെ വിട്ടുപിരിയാതെ. ആമേൻ. അപ്പൊ വിട്ടുപിരിയാതിരിക്കണമെങ്കിൽ നമ്മൾ ആർക്കുള്ളിരിക്കണം? ദൈവത്തിനുള്ളിരിക്കണം, അല്ലേ? നമ്മൾ ദൈവത്തോട് കൂടെ ഇരുന്നാൽ ദൈവം നമ്മളെ എന്ത് ചെയ്യത്തില്ല? നിത്യ ഉടമ്പടിയാണ്. ഒരു നല്ല സ്തോത്രം പറയാമോ? മലയാളത്തിൽ അതിന് ശാശ്വത നിയമം എന്നാ പറയുന്നത്. അതിന് മാറ്റമില്ലാത്ത നിയമം എന്നാ. ഇത് കർത്താവിൻ്റെ വചനം, ഇത് മാറ്റമില്ലാത്തതാ. വിശ്വസിക്കാമോ? അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ, കൊച്ചുമക്കളെ, ദൈവം നിങ്ങളെ കൂടെ ഇരുന്നാൽ നിങ്ങൾ നന്മ അനുഭവിക്കും. ദൈവത്തെ നിങ്ങൾ വിട്ടു മാറരുത് മക്കളെ. ദൈവത്തെ വിട്ട് നിങ്ങൾ പോകരുത്. ദൈവത്തോട് കൂടെ ഇരുന്നാൽ ഈ ആണ്ട് നിങ്ങൾക്ക് നന്മയുടെ വർഷമാണ്. കുടുംബങ്ങളിൽ നന്മയുടെ വർഷമാണ്. സഭയ്ക്ക് നന്മയുടെ വർഷമാണ്. ആമേൻ പറയാമോ? അങ്ങനെയാണെങ്കിൽ കർത്താവേ, ഈ വാഗ്ദത്തം ഞങ്ങളുടെ മേൽ നീ തന്ന് ഞങ്ങളെ നടത്തുമാറാകണമേ. ഞാൻ ആഗ്രഹിക്കുന്ന ചില നന്മയുണ്ട് അപ്പച്ച. എനിക്ക് ഈ വർഷം നന്മ വേണോ അപ്പച്ച? എനിക്കൊരു തലമുറ എന്ന നന്മ വേണോ അപ്പച്ച? എനിക്ക് വീടെന്നൊരു നന്മ എനിക്ക് വേണോ അപ്പച്ച? എനിക്ക് ജോലി എന്നൊരു നന്മ എനിക്ക് വേണോ അപ്പച്ച? കടബാധ്യത മാറി എനിക്ക് നന്മ കാണണോ അപ്പച്ച? എനിക്ക് ഈ വർഷത്തിൽ വിദേശ യാത്ര ചെയ്യണം, അങ്ങനെ ഒരു നന്മ എനിക്ക് ചെയ്യണോ അപ്പ? ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെങ്കിലും വെളിനാട്ടിൽ ഈ വർഷം പോകണോ അപ്പച്ച? ദൈവം നന്മ ചെയ്യുമോ?
നന്മ ചെയ്യുമോ? എൻ്റെ കുഞ്ഞിന് നല്ലൊരു തിരുമണം ദൈവം നന്മ ചെയ്യണപ്പാ. ഹല്ലേലൂയ. ദൈവത്തോട് നിങ്ങൾക്ക് എന്ത് നന്മയാണോ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, നിങ്ങൾ ദൈവം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ ദൈവത്തോട് പറയണം. അത് പറയാൻ വേണ്ടി ഞാനൊരു 5 മിനിറ്റ് മാറ്റുക. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്താണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ ഈ ആണ്ടിൽ ആഗ്രഹിക്കുന്ന നന്മ? ഞാൻ ഭൗതിക മേഖലയാണ് പറഞ്ഞത്, പക്ഷെ നിങ്ങൾ ദൈവത്തോടും ആത്മീക നന്മയും ചോദിക്കണം. ആമേൻ. മുമ്പേ അവൻ്റെ രാജ്യനീതിയും അന്വേഷിപ്പീൻ, അതോടൊപ്പം നിങ്ങൾക്കെല്ലാം എന്ത് ചെയ്യും? കിട്ടും. അങ്ങനെയാണെങ്കിൽ കർത്താവേ, എനിക്ക് ഈ വർഷത്തിൽ ചില നന്മകൾ വേണം. ആത്മീയമായി എനിക്ക് ഇനിയും മുന്നേറണം, ജപത്തിൽ മുന്നേറണം, ആരാധനയിൽ മുന്നേറണം. ഒരു ആരാധന പോലും മുടക്കരുത്. ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഒരു സൺഡേ പോലും മുടങ്ങാതെ എൻ്റെ ദൈവത്തെ എനിക്ക് ആരാധിക്കണം. ഇനി കാലം അധികമില്ല കേട്ടോ. പ്രശ്നകലുഷിതമായ അനുഭവങ്ങളാണ്, ലോക സംഭവങ്ങളെല്ലാം കടൈസി കാലം. യേശുവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുക. അതാണ് നമ്മളെല്ലാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഇന്നലെ രാത്രി കണ്ടില്ലേ, ആമേ, സ്വന്തം ഭാര്യയുടെ അനുജത്തിയുടെ ഭർത്താവ് അവനിച്ചിരി കടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആമേ ചേച്ചി, അതായത് വൈഫിൻ്റെ ചേച്ചി വീട്ടിനകത്ത് നിൽക്കുമ്പോൾ പുറകെ കൂടെ ചെന്ന് അവളുടെ കഴുത്തിനെ അറുത്ത് മാറ്റി വെച്ചിട്ട് കഴുത്തിലിട്ടിരുന്ന ഉരുപ്പടിയും കാലിലും ആമേ കയ്യിലൊക്കെ ഇട്ടിരുന്ന എല്ലാം കൂടെ പുറക്കിക്കൊണ്ടുപോയി 10 മിനിറ്റിനകത്ത് അവനെ പിടിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. ആമേ, ഒരു ഉറുമ്പിനെ കൊല്ലുന്നത് പോലെ ഇന്ന് മനുഷ്യനെ കൊല്ലുന്നത്. സ്തോത്രം. മൃഗീയമായ ലോക പാപം പെരുകുക. അപ്പോൾ പാപം പെരുകുമ്പോൾ ഓർക്കണം, നോഹയുടെ കാലത്തും ഇതുപോലെ പാപം എന്ത് ചെയ്തു? പെരുകി. ദൈവം എന്ത് ചെയ്തു? അഴിച്ചു. ആമേ, സോദോം ഗോമോറയ്ക്കും സംഭവിച്ചത് ഇത് തന്നെയാണ്. പാപം പെരുകിയത് കൊണ്ട് സംഭവിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് സുവിശേഷത്തിൽ. ആമേ, സ്തോത്രം. അതുപോലത്തെ ഒരു കാലം വരുമ്പോൾ മനുഷ്യപുത്രൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് ആമേ, സ്തോത്രം, ദൈവമക്കളെ, നന്മയുടെ കാര്യങ്ങൾ നമ്മൾ ഭൗതികമായി ചിന്തിക്കുമ്പോൾ ആത്മീയ തലം കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. കാലം ഇനി അധികം സെല്ലാതെ. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മ ബുദ്ധിയോടെ ജീവിക്കാനുള്ള ഒരു പ്രത്യേക കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് കർത്താവേ, എനിക്ക് അങ്ങിൽ നന്മ പ്രാപിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കാനല്ല, വിശ്വസ്തയോടുകൂടെ ജീവിച്ച് അങ്ങയുടെ ശബ്ദം എപ്പോൾ കാഹളം മധ്യാകാശം ധ്വനിക്കോ എനിക്ക് എടുത്തുകൊള്ളപ്പെടണം. ഇല്ല, അതിനു മുമ്പാണ് എൻ്റെ മരണമെങ്കിൽ എനിക്ക് നിത്യത പ്രാപിക്കണം. അതിനുവേണ്ടിയുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം കൺകളി അടച്ച് ആമേ, സ്തോത്രം. ദൈവം നമുക്ക് ഈ വർഷം സഭയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി തന്ന ഈ അനുഗ്രഹീത വാഗ്ദത്തത്തെ ഒരു നിമിഷം ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാം. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം, ആരും പ്രാർത്ഥിക്കാതിരിക്കരുത്. ഒരു 5 നിമിഷം ദൈവം നിങ്ങൾക്ക് എന്ത് നന്മയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ദൈവത്തോട് ഒരു നിമിഷം പറയുക. 2025 1-ാം മാസം 1-ാം തീയതി ഏകദേശം 12:45 ആകുന്ന ഈ സമയത്ത് നിങ്ങൾ ദൈവത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ദൈവത്തോട് നിങ്ങൾ പറഞ്ഞാട്ടെ. എന്ത് നന്മയാ നിനക്ക് ആവശ്യം? ആലയത്തിനകത്തായിരിക്കുന്നത് ദൈവത്തോടൊന്ന് പറ. കർത്താവ്, അടുത്ത ഡിസംബറിൽ എനിക്കൊരു വലിയ സാക്ഷ്യം പറയണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത്, എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തത്, എൻ്റെ വാരീസിനു വേണ്ടി ചെയ്തത്, കർത്താവ് എനിക്ക് സാക്ഷ്യം പറയണം. എൻ്റെ തഹപ്പന് വേണ്ടി, എൻ്റെ തായ്ക്ക് വേണ്ടി ചെയ്തത് എനിക്ക് സാക്ഷ്യമായി പറയണം ഡാഡി, അതിനെന്നെ സഹായിക്കണമേ എന്ന് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിലപ്പെട്ടതാണ്. നിങ്ങളുടെ പ്രാർത്ഥന വിലപ്പെട്ടതാണ്. ഞാൻ അവരെ വിട്ടു പിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും ആമേ എന്ന് ദൈവം നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നു. ഞാൻ അവർക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ എൻ ആത്മസഖി. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ എൻ ആത്മസഖി. എൻ്റെ യേശുവേ, എൻ്റെ ജീവനേ, എൻ്റെ ആശയേ, നീ ഒന്നു മാത്രമേ. എൻ്റെ യേശുവേ, എൻ്റെ ജീവനേ, എൻ്റെ ആശയേ, നീ ഒന്നു മാത്രമേ. എൻ്റെ യേശുവേ, എൻ്റെ ജീവനേ, എൻ്റെ ആശയേ, നീ ഒന്നു
പ്രിയനേ, ഇത് രാത്രി 2025 ആണ്ടിൽ അവിടുത്തെ മക്കൾക്ക് കൊടുത്ത അനുഗ്രഹീത വാഗ്ദത്തത്തിനായി സ്തോത്രം. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 40-ാമത്തെ വാക്യം, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. ആ ആണ്ടവരെ இந்த ആണ്ടിൽ പിള്ളകളോട് കൂടെ ഇരുന്ന് അവർക്ക് എന്നെ നന്മ നീ കൊടുക്കുവാൻ വിരുമ്പുകളോ ആ നന്മയെല്ലാം നമ്മുടെ പിള്ളകൾക്ക് കൊടുക്ക വേണ്ടുമെന്ന് നമ്മുടെ ഊഴിയക്കാരനായ അടിയൻ തിറപ്പിൽ നിന്ന് ഈ രാത്രി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഗ്രഹം അവരുടെ ശിരസിൽ ഇന്ന് രാത്രി മുതൽ വന്ന് ഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ആണ്ടിന്റെ ആരംഭം കണ്ട് അവിടുത്തെ പിള്ളകൾക്ക് ആണ്ടിന്റെ അവസാനവും കണ്ട് അങ്ങയുടെ പെരുന്നാൾ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ കൊടുത്ത് ജനത്തെ ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്നതും ആരാധിച്ചതും ദൈവവചനങ്ങളെ കേട്ടതും വാക്തത്വം ഏറ്റെടുത്തതും അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം. തുടർന്ന് അവർക്ക് തനിപ്പെട്ട നിലയിൽ ചില വാക്തത്വങ്ങൾ എടുക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണല്ലോ. ആത്മാവ് കൂടെ ഇരുന്ന് സഹായിക്കണം. മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.